ഇടുക്കി ചിത്രപുരത്തേക്കാണ് അവിടെ കെട്ടിട നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ മണ്ണിനടിയിൽപ്പെട്ട് 2 പേർ മരിച്ചു എന്നുള്ള അപ്ഡേറ്റ് ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. ആനച്ചാൽ ബൈസൺ വാലി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരും മരിച്ചു. സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി KV സന്തോഷ് കുമാറുണ്ട്. സന്തോഷ്, റിസോർട്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. എന്താണ് വിവരങ്ങൾ? രജനി, ചിത്രപുരത്ത് റിസോർട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. സംരക്ഷണ ഭിത്തി വളരെ ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തിയാണ് കെട്ടേണ്ടിയിരുന്നത്. ഈ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് വേണ്ടി മണ്ണെടുത്ത ഭാഗത്ത് പടുത ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പടുതയ്ക്ക് അടിയിലായിരുന്നു ഈ 2 തൊഴിലാളികൾ നിന്ന് പണിതുകൊണ്ടിരുന്നത്. ഈ പണിതുകൊണ്ടിരുന്ന സമയത്ത് മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ഈ മണ്ണിടിഞ്ഞ് വീഴുന്നതിനെ തുടർന്ന് 2 പേരും മണ്ണിനടിയിൽപ്പെട്ടു. ഈ മണ്ണിനടിയിൽപ്പെട്ടാണ് 2 പേർ മരിച്ചിരിക്കുന്നത്. ചിത്രപുരം ശംഖുപ്പടി സ്വദേശി രാജീവൻ, അതുപോലെ ബൈസൺ വാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്. ഈ സംഭവം മണ്ണിടിഞ്ഞ് വീണ ഉടൻ തന്നെ വളരെ വലിയ തോതിലാണ് മണ്ണിടിഞ്ഞ് വീണത്. ഉടൻ തന്നെ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് സമീപത്തുണ്ടായിരുന്ന തൊഴിലാളികളും JCB കരാറുകാരും എല്ലാം ചേർന്ന് ശ്രമം നടത്തി. ആ സമയത്ത് ഒരാളുടെ ശരീരത്തിന്റെ ഭാഗം മാത്രം കിട്ടുകയും ചെയ്തു. തുടർന്ന് ഇവർ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇതിനു മുമ്പ് തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നു. അടിമാലിയിൽ നിന്നും മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സിന്റെ ടീം സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം JCB ഉപയോഗിച്ച് കുറച്ച് മണ്ണ് മാറ്റി പിന്നീട് തൂമ്പ ഉപയോഗിച്ച് സാവധാനം മണ്ണ് മാറ്റുകയായിരുന്നു. മണ്ണ് മാറ്റിയ സമയത്താണ് 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടെ പൊടുന്നതിനെ മണ്ണിടിഞ്ഞ് വീണാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുകയും 2 പേർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. സന്തോഷ്, ഇത് ദിവസങ്ങളായി ഈ സ്ഥലത്ത് പണി നടക്കുന്നുണ്ടോ? ഈ അപകടം നടക്കുമ്പോൾ ഇതിന് താഴെ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നോ? രജനി, ഈ റിസോർട്ടിന്റെ പണികൾ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സംരക്ഷണ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്ത് ഇവർ നിന്ന സ്ഥലത്ത് 2 തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിന് സമീപത്തായി മറ്റ് പണികളിൽ ഏർപ്പെട്ട ആളുകളും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. മണ്ണിടിഞ്ഞ് വീണ് കണ്ട ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുകയും മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഒപ്പം JCB സമീപത്ത് പണിതുകൊണ്ടിരുന്ന JCBയും എത്തിച്ച് വളരെ വേഗത്തിൽ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തി. അപ്പോൾ തന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും മണ്ണിനടിയിൽ വെച്ച് തന്നെ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ JCB ഉപയോഗിച്ച് ഒരാളുടെ മണ്ണ് മാറ്റുന്നതിനിടെ ഒരാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമായി കിട്ടുകയും ചെയ്തു. തുടർന്ന് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നത് നിർത്തിവെക്കുകയും തുടർന്ന് തൂമ്പ ഉപയോഗിച്ച് വളരെ സാവധാനത്തിൽ മണ്ണ് നീക്കം ചെയ്ത് ആളുകളെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. ഇതോടൊപ്പം ഫയർഫോഴ്സും സംഘവും സ്ഥലത്തെത്തി. അവരും കൂടെ ചേർന്നാണ് JCB ഉപയോഗിച്ചും അതുപോലെ തന്നെ തൂമ്പയും മനുഷ്യാധ്വാനവും കൊണ്ട് മണ്ണ് നീക്കി ഇവരെ 2 പേരെയും പുറത്തേക്ക് എടുത്തത്. മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. രജനി, രക്ഷാദൌത്യത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സന്തോഷം, ഈ ഒരുപാട് ഉയരത്തിലാണ് ഈ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. അതിന്റെ താഴെയാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനുള്ള സുരക്ഷയൊക്കെ അവിടെ ഒരുക്കിയിരുന്നില്ലേ? അതോ